തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം നമ്മൾ പലതരത്തിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളാണ് കണ്ടുവരുന്നത്. നമ്മൾ ആടിന്റെ തല വെട്ടിയിട്ടുള്ള ആഹ്ലാദ പ്രകടനം, അതോടൊപ്പം തന്നെ ഭഗത് സിംഗിന്റെ ഫ്ലെക്സ് കീറിയിട്ടുള്ള ആഹ്ലാദ പ്രകടനം, അതോടൊപ്പം തന്നെ ബി.ജെ.പി പ്രവർത്തകരുടെ കൊടി വലിച്ചു മാറ്റുന്ന പലതരത്തിലുള്ള പ്രകടനങ്ങൾ. ഇത്തരം തരത്തിലുള്ള പ്രകടനങ്ങളൊക്കെ തന്നെ സമൂഹത്തിൽ കൂടുതൽ വിഭാഗീയത സൃഷ്ടിക്കാനല്ലേ വെക്കുന്നത്? തീർച്ചയായിട്ടും നമ്മൾ അറിയാം, ഈ മലപ്പുറം തവനൂരിലാണ്, തവനൂർ മണ്ഡലത്തിലെ മുസ്ലിം ലീഗിന്റെ വിജയത്തിന്റെ ആഘോഷ ഭാഗമായിട്ടാണ് ആടിന്റെ തലയറത്ത് ഒരു പ്രകടനം നമ്മൾ കണ്ടത്. അത് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രകടനമായിട്ടല്ല ഞാൻ കാണുന്നത്. നമുക്കറിയാം, അവിടെ മുസ്ലിം ലീഗ് തോൽപ്പിച്ചത് അവരുടെ എക്കാലത്തെയും ശത്രുക്കളിൽ ഒരാളായിട്ടുള്ള പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ KT ജലീൽ, സിറ്റിംഗ് MLA KT ജലീലാണ്. മുസ്ലിങ്ങൾക്ക് ബഹുഭൂരിപക്ഷം ഉള്ള ഒരു മണ്ഡലത്തിൽ അവിടുത്തെ മലപ്പുറത്തെ DCC അധ്യക്ഷൻ കൂടിയായിട്ടുള്ള VS ജോയിയെ പോലെ ഒരു സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ് അവിടെ ഇറക്കിയത്. അദ്ദേഹമാണ് ഈ പറയുന്ന KT ജലീലിനെ ഏതാണ്ട് വമ്പൻ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ച് വിട്ടത്. അപ്പോൾ ആ വിജയത്തിന്റെ ഒരു ആഹ്ലാദം അവർ പറയുന്നത്, ഞങ്ങൾ VS ജോയിയുടെ വിജയത്തെക്കാൾ ഉപരി KT ജലീലിന്റെ പരാജയം ഞങ്ങൾ ആഘോഷിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. നമുക്കറിയാമല്ലോ, ഈ സോഷ്യൽ മീഡിയയിൽ KT ജലീലും ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ അണികളും തമ്മിലുള്ള പോരാട്ടം എന്ന് പറയുന്നത് അതിന് കഴിഞ്ഞ കുറെ കാലങ്ങളുടെ ഒരു കഥ തന്നെ നമുക്ക് പറയാനുണ്ട്. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ വഴി ഈ ഏറ്റുമുട്ടുന്ന രണ്ട് ടീമുകളാണ്. ഒന്ന് KT ജലീലും ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ അണികളും. ശക്തമായ രീതിയിൽ KT ജലീലും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ ഒക്കെ തന്നെ വിമർശിക്കുകയും മുസ്ലിം ലീഗിനെ രൂക്ഷമായ ഭാഷയിൽ അവഹേളിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് മറുപടിയായിട്ട് മുസ്ലിം ലീഗിന്റെ അണികളും എത്താറുണ്ട് എന്നുള്ളത് നമ്മൾ സ്ഥിരം കാണുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ അണികൾ KT ജലീലിനെ ഈ സോഷ്യൽ മീഡിയ വഴി ആക്ഷേപിക്കുന്ന ഒരു പേരാണ് അദ്ദേഹത്തെ, ഈ ആടെന്ന പേര് ചേർത്തുകൊണ്ടാണ് ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ അണികൾ KT ജലീലിനെ പരിഹസിക്കുന്നത്. ആട് ജലീൽ എന്ന് വിളിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ പരിഹസിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു പ്രതീകാത്മക പ്രതിഷേധം ആഘോഷമായിട്ടാണ് ഈ പറയുന്ന ആടിന്റെ തലയിറക്കുക എന്ന് പറഞ്ഞാൽ, KT ജലീലിനെ ഞങ്ങൾ തോൽപ്പിച്ചു, KT ജലീലിന്റെ തലയിറത്ത് ഞങ്ങൾ വിട്ടു എന്നുള്ള ഒരു ഇതായിട്ടാണ് അത്തരമൊരു അതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല. അതാണ് അവർ ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ആട് ജലീൽ എന്നാണ് മുസ്ലിം ലീഗിന്റെ അണികളൊക്കെ തന്നെ KT ജലീലിനെ പരിഹസിച്ചുകൊണ്ട് വിളിക്കുന്നത്. അപ്പോൾ ആടിനെ അറുത്തുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ തകർത്ത് വിട്ടു എന്നുള്ള ഒരു സന്ദേശം, അതിന്റെ ഭാഗമായിട്ടാണ് അത്തരം ഒരു ഇതുണ്ടാക്കുന്നത്, ആ ഒരു പ്രകടനം നടത്തിയത്. ഒപ്പം തന്നെ അങ്ങനെ മാത്രമല്ല, ആടിന്റെ സൂപ്പ് വെച്ചുകൊണ്ട് സൂപ്പ് വിളമ്പി വിജയം ആഘോഷിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതാണ് അതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. KT ജലീലിനെ ആടെന്ന് വിളിക്കുന്നത് കൊണ്ട് ആടിനെ ഇങ്ങനെ വെട്ടിയും ഒപ്പം തന്നെ സൂപ്പ് വെച്ചും ഒക്കെ വിജയം ആഘോഷിക്കുക, അതുവഴി KT ജലീലിനെ കൂടുതൽ അപമാനിക്കുക എന്നുള്ളതാണ് അവര് ലക്ഷ്യമിട്ടത്. അതെന്തായാലും ശരിയായ ഒരു നടപടിയല്ല. നമുക്കറിയാമല്ലോ, കേരളീയ പൊതുസമൂഹത്തില് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, ഒരു മിണ്ടാപ്രാണിയൊക്കെ തന്നെ പൊതു ഇടത്തിൽ വെച്ച് അങ്ങനെ തലവെട്ടി പ്രചരണം നടത്തുക. തീർച്ചയായിട്ടും ഉത്തരേന്ത്യ പോലുള്ള സംസ്ഥാനങ്ങളില് അത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിനെ, പ്രത്യേകിച്ചും മലപ്പുറം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ മുസ്ലിം ഭൂരിപക്ഷമുള്ള ജില്ലയാണ്. മുസ്ലിം ലീഗ് ആണ് ആഘോഷത്തിൽ അവർ നടത്തിയത്. അപ്പോൾ അവർക്ക് വലിയ രീതിയിൽ അത് ഡാമേജ് ഉണ്ടാക്കുന്ന BJP വലിയ രീതിയിൽ അവർക്കെതിരെ മാത്രമല്ല, അത് കൂടുതൽ അത് ഡാമേജ് ചെയ്യുന്നത് കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസ് പാർട്ടി കൂടിയുണ്ട്. കാരണം കോൺഗ്രസിന്റെ സഖ്യകക്ഷിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തികളൊക്കെ തന്നെയും ആത്യന്തികമായിട്ട് ചെന്ന് അടിക്കുന്നത് കോൺഗ്രസിനായിരിക്കും. ഈ പറയുന്ന BJP ദേശീയ തലത്തിൽ നമുക്കറിയാം, രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിച്ചപ്പോഴൊക്കെ തന്നെ അവിടെ പച്ചക്കൊടി കണ്ടപ്പോൾ പാകിസ്ഥാന്റെ കൊടിയാണെന്ന് പറഞ്ഞുകൊണ്ട് വിമർശിക്കുകയും അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്ത അമിത്ഷായെ പോലുള്ള നേതാക്കളെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ കോൺഗ്രസിനെ കൂടി ആത്യന്തികമായിട്ട് ഹാംഫുൾ ആയിട്ട് മാറുന്ന ഒന്നാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ ഇതിനകത്ത് ഈ പറയുന്നത് പോലെ ഈ ഇത്തരത്തിലുള്ള പ്രകടനങ്ങളെയും ആഘോഷ പ്രകടനങ്ങളെയും ഒക്കെ തന്നെ മുസ്ലിം ലീഗിന്റെ നേതൃത്വം, പ്രത്യേകിച്ചും സാദിഖ് അലി തങ്ങൾ, മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനായിട്ടുള്ള സാദിഖ് അലി തങ്ങൾ തള്ളി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത്തരത്തിലുള്ള പ്രകടനങ്ങൾ കണ്ടപ്പോൾ തന്നെ അദ്ദേഹം നിർദ്ദേശം കൊടുത്തിരുന്ന ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള പ്രകടനങ്ങൾ, പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ആഘോഷങ്ങൾ ഒന്നും തന്നെ നടത്താൻ പാടില്ല, അത് പാർട്ടിക്ക് ചേർന്നതല്ല, അതിൽ നിന്നും എല്ലാവരും വിട്ടു നിൽക്കണമെന്ന് സംസ്ഥാന നേതൃത്വം തന്നെ നിർദ്ദേശം കൊടുത്തിരുന്നു. മറ്റു നേതാക്കളും സമാനമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ അണികൾ
അവർക്കുള്ള ഈ എന്താ പറയുക, കെറ്റി ജലീലിനോടുള്ള അവരുടെ ആ ഒരു വൈരാഗ്യം, ഒരു വൈരം, അത് തീർക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിനെ ഏത് തരത്തിൽ ന്യായീകരിച്ചാലും അത് പക്ഷേ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ അവരിപ്പോൾ മതേതര പാർട്ടി എന്നാണല്ലോ അവര് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഒരു പോർലേൽക്കും എന്നുള്ള അതിൽ പോർലേൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഒപ്പം തന്നെയാണ് മറ്റു പറയുന്ന നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഭഗത് സിംഗിന്റെ ഫ്ലെക്സ് വലിച്ചു അല്ലെങ്കിൽ പോസ്റ്റർ വലിച്ചു കീറിക്കൊണ്ടുള്ള ആ പ്രകടനങ്ങൾ എന്നൊക്കെ പറയുന്നത് വിജയം എന്ന് പറയുന്നത് ആഘോഷിക്കാനുള്ളതാണ്. മാത്യു കുഴൽനാടൻ ഒരു പ്രസ്താവന നടത്തിയെന്നുള്ളതിന്റെ പേരിൽ പുള്ളിയുടെ മേത്ത് കരിയോയിൽ ഒഴിക്കുക. അതെ, തീർച്ചയായിട്ടും വലിച്ചു കീറുക, ഇത്തരം തരത്തിലുള്ള ആ ഒരു പ്രചരണങ്ങൾ എനിക്ക് തോന്നുന്നു ബി.ജെ.പി. മുന്നോട്ട് വെക്കുന്ന അവരുടെ ഒരു പ്രചരണ രീതിക്ക് കൂടുതൽ ആക്കം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതെ, തീർച്ചയായിട്ടും. അവര് നമുക്കറിയാമല്ലോ, മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ സ്വാധീനത്തിന് വഴങ്ങിയാണ് കോൺഗ്രസ് ഭരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ സ്വാധീനത്തിൽപ്പെട്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസിന്റെ തീരുമാനം എടുക്കുന്ന പോലും മുസ്ലിം ലീഗ് ആണ് എന്നുള്ള വിമർശനങ്ങൾ ഇപ്പോൾ തന്നെ നമുക്കറിയാം. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ളൊരു അഭിപ്രായമുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്, അല്ലെ? തരത്തിൽ വി.ഡി. സതീശനെ പിന്തുണയ്ക്കുന്നുമുണ്ട് മുസ്ലിം ലീഗ്. അപ്പോൾ അവിടെയും ആ രീതിയിൽ പൊളിറ്റിക്കൽ ഇസ്ലാമാണ്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് മുസ്ലിം ലീഗാണ് എന്നൊരു നറേഷൻ അവിടെ രൂപപ്പെടുകയാണ്. കൂടുതൽ താമസിക്കും തോറും അത് കൂടുതൽ ശക്തമായിട്ട് അവർ ഉന്നയിക്കുന്നു. ബി.ജെ.പി. ആ ഒരു നറേഷനുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ആഘോഷങ്ങൾ, വലിയൊരു തമ്പിങ് വിക്ടറിയാണ് UDF ലഭിച്ചത്. 102 സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് 16 സീറ്റ് നേടിയിട്ടുണ്ട്. നോക്കുമ്പോൾ മധ്യകാലത്തിലേക്ക് വരുമ്പോൾ എറണാകുളത്ത് 14 സീറ്റ് UDF നേടി. അങ്ങനെ 5 ജില്ലകളിൽ സമ്പൂർണ്ണ വിജയം കോട്ടയത്ത് നേടിയിട്ടുണ്ട്. ഒപ്പം തന്നെ പത്തനംതിട്ടയല്ല, ഇടുക്കിയിലെ 5 നേടി, വയനാട്ടിൽ 3 നേടി. അങ്ങനെ ക്ലീൻ സ്വീപ്പ് ചെയ്ത 5 ജില്ലകളുണ്ട്. അപ്പോൾ UDF സംബന്ധിച്ച് UDF ഘടകകക്ഷികൾക്ക് അവരുടെ അണികൾക്കൊക്കെ തന്നെ ആഘോഷിക്കാൻ, ആഹ്ലാദിക്കാനുള്ള വകകളുണ്ട്. പക്ഷേ ആഹ്ലാദത്തിനും ആഘോഷങ്ങൾക്കുമൊക്കെ ഒരു പരിധി, സ്വയം നമ്മൾ നൽകുന്ന ഒരു പരിധി ഉണ്ടാകണം. അത്തരത്തിലുള്ള മറ്റുള്ളവരെ അവഹേളിക്കാൻ, എതിരാളികൾ നമ്മളൊരു പക്ഷേ വർഷങ്ങളായിട്ട് തോൽപ്പിക്കാൻ കാത്തിരുന്നവരായിരിക്കാം, നമ്മളെ വളരെ കാലം വിമർശിച്ചവരായിരിക്കാം, നമ്മുടെ ശത്രുക്കളായിട്ട് മാറിയിട്ടുള്ളവരായിരിക്കാം, അവരെയൊക്കെ ആയിരിക്കാം ഒരു പക്ഷെ തോൽപ്പിച്ച് വിട്ടത്. നമ്മൾ വർഷങ്ങളായിട്ട് തോൽവി ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ കാണും, അവരെ തോൽപ്പിച്ചതിന്റെ ആഘോഷങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. പക്ഷേ അതിനൊക്കെ ഒരു അതിർവരമ്പ് ഉണ്ടാകേണ്ടതാണ്. അതല്ലെങ്കിൽ അത് വലിയ രീതിയിൽ സ്വന്തം പാർട്ടിക്കും ആ പാർട്ടി നിലകൊള്ളുന്ന മുന്നണിക്കും വലിയ ഡാമേജ്, വലിയ തിരിച്ചടി ഉണ്ടാകും. മാത്രവുമല്ല അവർക്ക് പ്രചരണ ആയുധമായിട്ട് മാറുകയാണ്. കേരളത്തിൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ 3 സീറ്റുമായിട്ട് ബി.ജെ.പി. കൂടുതൽ ശക്തി പ്രാപിച്ച് വരുന്ന ഒരു ഘട്ടമാണ്. ഏതാണ്ട് 20 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത് വന്നു. 20ഓളം മണ്ഡലങ്ങളിൽ ഏതാണ്ട് 25% വോട്ട് നേടുകയാണ്. 6 മണ്ഡലങ്ങൾ 2ാം സ്ഥാനത്ത് വരിക എന്ന് പറഞ്ഞാൽ പല മണ്ഡലങ്ങളിലും മഞ്ചേശ്വരത്തൊക്കെ എന്ന് പറയുന്നത് 40%-ലധികം വോട്ടാണ് ബി.ജെ.പി. നേടുന്നത്. അവിടെ ബി.ജെ.പി. UDF ഫൈറ്റ് ആണ് വന്നിരിക്കുന്നത്. ചാത്തന്നൂർ പോലെ അവരിപ്പം ജയിച്ച മണ്ഡലത്തില് LDF BJP, അതുപോലെ തന്നെ കഴക്കൂട്ടത്ത് LDF BJP, ഒപ്പം തന്നെ നേമത്ത് LDF BJP, വട്ടിയൂർക്കാവിൽ, പാലക്കാട് വരുമ്പോൾ UDF BJP, തിരുവനന്തപുരം സെൻട്രൽ UDF BJP, മലമ്പുഴയില്, ഷൊർണൂര്, അങ്ങനെ വലിയ രീതിയിൽ അവര് പോലെ വോട്ട് നേടുന്നു, 39,000 വോട്ട് നേടുന്നു. ആ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുമ്പോൾ ബി.ജെ.പി. അവരെ തടയണം, അല്ലെങ്കിൽ ഈ പറയുന്ന സംഘപരിവാർ ശക്തികളെ തടയണം എന്നൊരു ലക്ഷ്യത്തോട് പോകുന്ന UDF-ഉം LDF-ഉം ആണല്ലോ. അപ്പോൾ മുന്നണികൾ അവര് പോലും ഇവരുടെ പ്രചരണത്തിൽ വീഴുകയാണ്, ബി.ജെ.പിയുടെ പ്രചരണത്തിൽ വീഴുകയാണ്. അവർക്ക് ശക്തി പകർന്നു കൊടുക്കുകയാണ്. അതെ, അവർ തങ്ങൾക്കെതിരായിട്ടുള്ള ബി.ജെ.പിയുടെ ആ ഒരു പ്രചരണം, അതിന് ശക്തി പകരുന്ന ഒരു നടപടിയാണ് ഇവർ തന്നെ, മുസ്ലിം ലീഗ് തന്നെ ചെയ്യുന്നത്. അവർക്കറിയാം ബി.ജെ.പി. ഏറ്റവും കൂടുതൽ നോട്ടം വിടുന്ന, ലക്ഷ്യമിടുന്ന പാർട്ടികളിലൊന്ന് തങ്ങളാണ്, അല്ലെങ്കിൽ ആ വിഭാഗമാണെന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. പക്ഷേ അവരുടെ ആ വിമർശനങ്ങളെയൊക്കെ തന്നെ സാധൂകരിക്കുന്ന, ശരിവെക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അത് വലിയ രീതിയിൽ ഇനിയും തുടർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബി.ജെ.പിക്ക് ഒരു അവർക്ക് കൂടുതൽ അവസരങ്ങൾ നേടിക്കൊടുക്കുന്നു. പക്ഷേ ഇത് ഇത്തരം പ്രകടനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് എന്തുകൊണ്ട് ഇതൊന്നും മനസ്സിലാകുന്നില്ല, അവിടെയാണ് വിഷയം. അത് ആ നേതൃത്വം അത് കറക്റ്റ് ചെയ്യുന്നുണ്ട് അവര്. പക്ഷെ അണികള് അവര് പെട്ടെന്നുള്ള ഒരു എന്താ പറയുക, നൈമിഷികമായിട്ടുള്ള വൈകാരികതയുടെ പേരിൽ അത്തരത്തിലുള്ള ആഘോഷങ്ങളിലേക്ക് പോവുകയാണ്. അത് അവർക്ക് തിരിച്ചടിയാകും. ഈ തരത്തിലേക്കാണ് കാര്യങ്ങളിൽ കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബംഗാളിലെ സമാനമായിട്ടുള്ള സാഹചര്യം കേരളത്തിലും ഉണ്ടാവും. ബി.ജെ.പി. ഭരണത്തിൽ വന്നു കഴിഞ്ഞാലും നമുക്ക് അത്ഭുതപ്പെടേണ്ട. കാരണം അവര് ബി.ജെ.പി. എന്നുള്ളത് കേരളത്തിൽ ഒരു നിർണായക ഫോഴ്സ് ആണെന്നുള്ള കാര്യം അത് നമ്മൾക്ക്
ഊഹിക്കാൻ 31 പറ്റാത്ത മുതൽ ഒരു 38% 38 ലക്ഷം വോട്ടുകൾ നേടിയിട്ടുണ്ട് മൊത്തത്തില്. അപ്പോൾ അത് മാത്രമല്ല, നമുക്കറിയാം LDF 85 ലക്ഷം വോട്ടുകളാണ് ഇപ്പോൾ വോട്ടുകൾ. ഉള്ളത്. ഒരു 10-20 ലക്ഷം വോട്ടുകൾ ഒന്ന് ടേൺ നമുക്കറിയാം. അല്ല, ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബംഗാളിലെ സ്ഥിതി അതല്ലേ. 2014 അവർക്ക് 3 സീറ്റ് മാത്രം ഉണ്ടായിരുന്നു. 2021 വന്നപ്പോൾ 77 സീറ്റുകളുണ്ട്, പ്രതിപക്ഷത്തെത്തി. അപ്പോഴത്തേക്കും പറയുന്ന എന്താ പറയുക, CPM തകർന്നു, CPM-ഉം കോൺഗ്രസും എല്ലാം തന്നെ കോൺഗ്രസ് എല്ലാം പോയി. തരിപ്പണമായിരുന്നു. അതെ, അതോടൊപ്പം അത് ഇപ്പോൾ അവിടെ ഇപ്പോഴേ 5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അവർ 200-അധികം സീറ്റുകളുമായി സീറ്റുകളുമായിട്ട് തൃണമൂൽ 2 കോൺഗ്രസ് ഭൂരിപക്ഷത്തോടു കൂടി തൃണമൂൽ കോൺഗ്രസും അധികാരത്തിൽ. തകർന്നിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസും തകർന്നിരിക്കുന്നു. അപ്പോൾ കേരളത്തിലും അവർ സമാധാനമായിട്ടുള്ള ഒരു പ്രചരണം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ മുസ്ലിം ഭരണമെന്നും തമിഴ്നാട്ടിൽ ജോസഫ് വിജയുടെ ക്രിസ്ത്യൻ ഭരണമെന്നുമുള്ള രീതിയിലുള്ള ഒരു പ്രചരണമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മോഡിക്കെതിരെ പടവെട്ടിയിട്ടുള്ള സ്റ്റാലിന്റെയും മമതയുടെയും ഒക്കെ അവസ്ഥ എന്തായി? ഇപ്പോൾ സംഭൂജരായി മാറിയിരിക്കുന്ന ഒരവസ്ഥ. അല്ല, ഈ തെരഞ്ഞെടുപ്പിന്റെ വലിയൊരു ബാക്കിപത്രം കൂടി അതാണ്. ദേശീയ തലത്തിൽ മോദിക്കെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തിയിരുന്ന 2-3 മുഖ്യമന്ത്രിമാരാണല്ലോ ഈ പറയുന്ന. കേരളത്തിൽ പിണറായി വിജയൻ, തമിഴ്നാട്ടിലെ MK സ്റ്റാലിൻ, ഒപ്പം തന്നെ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി. അവർ 3 പേര് എന്ന് പറഞ്ഞാല് തരിപ്പണമാണ്. മമത പിന്നെ പണ്ട് BJP-യുമായിട്ട് കൂട്ടിയിരുന്നിട്ടെന്ന് നമുക്ക് പറയാം. എങ്കിൽ പോലും മോദിയുടെ വലിയൊരു എന്താ പറയുക, ഫൈറ്റർ തന്നെയായിരുന്നു MK സ്റ്റാലിൻ എന്ന് പറയുന്നത്. ഒരു ഘട്ടത്തിൽ പോലും മോദിയുമായിട്ട് സന്ധി ചെയ്യുകയോ ഒന്നും ചെയ്യാത്ത ഒരു നേതാവാണ്. സമാന വിധത്തിൽ പിണറായി വിജയനും. അങ്ങനെ ആ 3 മുഖ്യമന്ത്രിമാരുടെ ഒരു പതനം, അല്ലെങ്കിൽ അവര് സംഭൂജരായിട്ട് പോകുന്ന ഒരു കാഴ്ച. അവിടെ തമിഴ്നാട്ടിലെ MK സ്റ്റാലിൻ മണ്ഡലത്തിൽ പരാജയപ്പെട്ടു, ദീദി ബംഗാളിൽ സ്വന്തം മണ്ഡലത്തിൽ പരാജയപ്പെട്ടു, 2 മുഖ്യമന്ത്രി പരാജയപ്പെട്ടു, 6 റൗണ്ട് വരെ പിന്നിലായിരുന്നു. ശക്തമായൊരു പ്രവർത്തനം അവിടെ കോൺഗ്രസ് അവിടെ നടത്തിയിരുന്നെങ്കിൽ ഇത് സർവോപരി DMK-യുടെ തോൽവി, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ തോൽവി, അല്ലെങ്കിൽ CPM-ന്റെ തോൽവി എന്നതല്ല, മോഡിക്കെതിരെ പടം നയിക്കാൻ ഇന്ന് രാജ്യത്ത് ആരുമില്ല എന്നുള്ള അവശേഷിക്കുന്നില്ല എന്നുള്ള ഒരു ചിത്രം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്.